ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പേളി മാണി വൈറലാക്കിയ മുട്ട ചുരുട്ട് കറിയായിട്ടാണ്. അപ്പോൾ ഈ കറീനെ കുറിച്ച് കേട്ടപ്പോൾ ഇതെങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കറി കേൾക്കുന്നത്. അപ്പം ഞാനത് ഉണ്ടാക്കി നോക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായിട്ട് ഞാൻ 1/2 കപ്പിനടുത്ത് പരിപ്പ്, ഒരു തക്കാളി, സവോള, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ വെള്ളം ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അരപ്പിന് അരമുറി നാളികേരം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ മല്ലി, പട്ട, ഗ്രാമ്പു, 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇവയെല്ലാതും കൂടി നന്നായി വറുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട, സവോള, പച്ചമുളക്, ഉപ്പ് ഇവയെല്ലാം കൂടി അടിച്ചെടുത്തിട്ട് നമുക്ക് നല്ല കനം കുറച്ച് പരത്തിയെടുക്കണം. അപ്പോൾ പേളിച്ചീച്ചതിൽ കുരുമുളക് പൊടിയാണ് ഇട്ടിരുന്നത്. ഞാൻ മുളകാണ് ചേർത്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. പരത്തിയെടുത്ത മുട്ട ഇതുപോലെ മടക്കി എടുത്തിട്ട് ചുരുളുകളാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ഈ ചുരുളുകളാണ് നമ്മുടെ മുട്ടക്കറിയിലെ താരം, മുട്ട ചുരുട്ട് കറിയിലെ താരം. അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കി നോക്കി, കഴിച്ചു നോക്കി. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കറിയാണ്. അപ്പോൾ എനിക്ക് 2 മുട്ടയിൽ നിന്നൊരു 15 ചുരുളുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ചുരുളുകൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മുടെ അരച്ച അരപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായി തള വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച മുട്ട ചുരുളുകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കറിയിലേക്ക്. അത് നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇനി ഞാൻ ഇന്ന് ഈ കറി എന്തായാലും ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിനായിട്ട് ചോറ്, മോരുകറി ഉണ്ട്, കോവയ്ക്കുപ്പേരി ഉണ്ട്, പിന്നെ ഈ മുട്ട ചുരുട്ട് കറിയും തൈര് കൂട്ടി കഴിക്കാനാണ് പേളിച്ചേച്ചി പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ തൈര് കൂട്ടിയിട്ടുള്ള ഈ കോമ്പിനേഷൻ മുട്ട ചുരുട്ട് കറി അടിപൊളി കോമ്പിനേഷനായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ആ കോവയ്ക്കുപ്പേരും മോരുകറിയും ഒന്നും വേണ്ടി വന്നില്ല. ഞാൻ ഈ മുട്ട ചുരുട്ട് കറിയും തൈരും കൂട്ടിയിട്ടാണ് ചോറുണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്